ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചുരിദാറിലും അതുപോലെ കുർത്തീൻ്റെയൊക്കെ നെക്കിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ് കാണിക്കുന്നത്. ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ ആൻറ്റി കളറിൽ വരുന്ന 2 ബീഡും സ്ക്വയർ ഷേപ്പിൽ വരുന്ന സ്വീക്വൻസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പിങ്ക് കളറിൽ വരുന്ന കട്ട് ബീഡും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ചുരിദാറിൻ്റെ നെക്കിൽ നിന്ന് ഇതുപോലെ 2 ഇഞ്ച് വീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന സ്വീക്വൻസാണ് തുന്നിയെടുക്കുന്നത്. ഈ ഒരു സ്വീക്വൻസ് തുന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിതുപോലെ ഈ ആങ്കർ ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന സ്വീക്വൻസ് ആദ്യം തുന്നി കൊടുക്കുക. ആ തുന്നി കൊടുക്കുന്നതിനൊപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫ്രഞ്ച് നോട്ട്, ഒരു സിംഗിൾ നോട്ട് വരുന്ന ഒരു ഫ്രഞ്ച് നോട്ട് ആ ഒരു സ്വീക്വൻസിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുക. ഈ ഒരു സ്വീക്വൻസ് മൊത്തം നമ്മൾ ഈ ഒരു പാറ്റേണിലാണ് തുന്നിയെടുക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു ത്രെഡ് എടുത്തിട്ടുള്ളത് സിംഗിൾ സ്ട്രാൻഡ് തന്നെയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ വരുന്ന ആ ചെറിയ ഗ്യാപ്പിൽ നമ്മൾ 2 ബീഡാണ് തുന്നിയെടുക്കാൻ പോകുന്നത്. ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, 2 ബീഡ് ഒന്ന് തുന്നി കൊടുക്കുക. ഇത് തുന്നിയെടുക്കുമ്പോൾ ഓർഡറോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് സ്കാറ്റേർഡായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ തുന്നിയെടുത്താൽ മതി. നമ്മൾ 2 ബീഡെല്ലാം തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ വരുന്ന ആ ചെറിയ ചെറിയ ഗ്യാപ്പുകളിൽ നമ്മൾ ഈ കട്ട് ബീഡ് വെച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയായിരിക്കും നമ്മുടെ ഫൈനൽ ഡിസൈൻ വരുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീണ്ടും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.